ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും JR ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്നത് പോലെ ഒരു വീഡിയോ എങ്ങനെ കൈൻമാസ്റ്റർ വഴി ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. എന്നിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്ന് അത് സ്ക്രോൾ ചെയ്ത് ഒരു 30 സെക്കൻഡ് വരെ വെക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. എന്നിട്ട് ഇമേജ് ഒന്നുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കോൺട്രാസ്റ്റ് ടു സാച്ചുറേഷൻ ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ഷാഡോ ഇമേജ് ആഡ് ചെയ്യാനുണ്ട്. അതിനായി ലെയറിൽ പോവുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫോൾഡറിൽ പോയി ഷാഡോ ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സ്ക്രോൾ ചെയ്ത് ഒരു 30 സെക്കൻഡ് വരെ വെക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ഷാഡോ ഇമേജ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അടുത്തതായി ഇതിലേക്കൊരു സോങ് ആഡ് ചെയ്യണം. അതിനായി ഓഡിയോ ക്ലിക്ക് ചെയ്യുക. ഫോൾഡറിൽ പോയി നിങ്ങളുടെ സോങ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് വരിക. അതിനുശേഷം അടുത്തതായി നമുക്കിതിലേക്ക് ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യണം. അതിനായി ലെയർ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് അത് റൈറ്റ് സൈഡിൽ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടെംപ്ലേറ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴത്തോട്ട് വന്ന് ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്തതായി ഒരു ബോർഡർ ഇമേജ് ആഡ് ചെയ്യാനുണ്ട്. അതിനായി ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്യുക, ഫോൾഡറിൽ പോയി ബോർഡർ ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് സ്ക്രോൾ ചെയ്ത് 30 സെക്കൻഡ് വരെ വെക്കുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡിൽ പോയി ഫിൽ സ്ക്രീൻ ഓപ്ഷനിൽ പോയി ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്തതായി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. അതിനായി മുകളിലെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, 1080p സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സേവ് ആവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.